ഹലോ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ 2025 കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി വരുന്ന PSC SSC എക്സാംസിനൊക്കെ ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ 2025 ആയിരിക്കും. നമുക്ക് അതിന്റെ പാർട്ട് 1 വീഡിയോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2025 ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് മെൻസ് ടൈറ്റിൽ കിട്ടിയ ആർക്കെന്നാണ്. ആൻസർ മാഗ്നസ് കാൾസൺ ആണ്. ദോഹ ഖത്തറിൽ വെച്ചിട്ടാണ് നടന്നത്. അദ്ദേഹത്തിന്റെ 6ാമത്തെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ് ഇത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് DRDO ചണ്ഡിപ്പൂരിൽ ടെസ്റ്റ് ചെയ്ത ഒരു ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് ഉണ്ട്. അതിന്റെ പേര് പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് എന്നാണ്. അതിന്റെ മാക്സിമം റേഞ്ച് 120 കിലോമീറ്റർ ആണ്. ഈ DRDOയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു ഒരു ഹിസ്റ്റോറിക് സബ്മറൈൻ സോർട്ടി അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് സബ്മറൈൻ്റെ ആയിരുന്നു? ആൻസർ INS വാക്ഷി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൊമാലിലാൻഡിനെ ഒഫീഷ്യലി ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത ഫസ്റ്റ് കൺട്രി ഏതെന്നാണ്. ഇസ്രായേലാണ് ആൻസർ. സൊമാലിയ എന്ന് പറയുന്ന കൺട്രിയിൽ നിന്ന് ബ്രേക്ക് അവേ ചെയ്ത് വന്ന റീജിയൻ ആണ് സൊമാലിലാൻഡ്. 1991 ബ്രേക്ക് അവേ ചെയ്ത് വന്നത്. അതിനെ ഒഫീഷ്യലി ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ഇസ്രായേലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസംബർ 26 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ എന്ന് പറയുന്ന ഒരു പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അത് ക്രിക്കറ്റിലെ അച്ചീവ്മെന്റ്സിന് കിട്ടിയത് ആർക്ക്? വൈഭവ് സൂര്യവംശിയാണ് ആൻസർ. ഡിസംബർ 26 പ്രത്യേകത എന്ന് പറയുന്നത് വീർ ബാൽ ദിവസ് ആണ്. അത് സരോവർ സിംഗ്, ഫത്തേഹ് സിംഗ് ഇവർ രണ്ടുപേരെ മാർട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസംബർ 25 ഇമ്പോർട്ടൻസ് ആണ്. ഗുഡ് ഗവേണൻസ് ഡേ ആണത്. അടൽ ബിഹാരി വാജ്പേയിയുടെ ബർത്ത് ആനിവേഴ്സറി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേജർ ധ്യാൻ ചന്ദ് ഖേൽരത്ന കൊടുക്കുന്നത് ആർക്ക്? അത് പ്രാവശ്യം കിട്ടിയത് ഹാർദിക് സിംഗിനാണ്. അദ്ദേഹം ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആണ്. 2 തവണ ഒളിമ്പിക് മെഡൽ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഹോണ്ടർ ആണ് ഈ പറയുന്ന മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ AST സ്പേസ് മൊബൈൽ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് ISROയുടെ ഏത് ആം വഴിയാണ്? കൊമേഴ്ഷ്യൽ ആം ആണ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ആൻസർ. NSIL. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാഷണൽ ഫാമേഴ്സ് ഡേ എന്നാണ്. അത് ഡിസംബർ 23 ആണ്. ആ ഡേയെ കിസാൻ ദിവസ് എന്ന് അറിയപ്പെടും. ചൗധരി ചരൺ സിംഗിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ്. അദ്ദേഹം 5th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ അത് ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നതാണ്? സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. അത് കൊടുക്കുന്നത് ദ്രൗപദി മുർമു ആണ്. രാഷ്ട്രപതി ഭവൻ ന്യൂഡൽഹിയിൽ വെച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ICC T20 വേൾഡ് കപ്പ് 2026 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ഡിസംബർ 22 ആണ്. അത് ശ്രീനിവാസ രാമാനുജന്റെ ബർത്ത് ആനിവേഴ്സറി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്പെഷ്യൽ ഡിസ്കഷൻ വിന്റർ സെക്ഷൻ ഓഫ് പാർലമെന്റ് 2025 ആയിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏത് സോങ്ങിന്റെ 115th ആനിവേഴ്സറി ആണ് ആചരിച്ചത്? വന്ദേ മാതരം. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് സോങ്ങിന്റെ 115th ആനിവേഴ്സറി ആണ് വിന്റർ സെഷൻ ഓഫ് പാർലമെന്റിന്റെ സ്പെഷ്യൽ ഡിസ്കഷനിൽ മാർക്ക് ചെയ്തത്? വന്ദേ മാതരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് ഒമാൻ എന്ന് പറയുന്ന ഒമാന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ബഹുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഏത് ലീഡറാണ് കൊടുത്തത്? സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ്. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദി 2nd WHO ഗ്ലോബൽ സബ്മിറ്റ് ഓൺ ട്രഡീഷണൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരുന്നു. അതിന്റെ പേര് മൈ ആയുഷ് ഇന്റഗ്രേറ്റഡ് സർവീസസ് പോർട്ടൽ.